ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റ് ചാറ്റ്സ്. ശരൺകുമാർ ലിംബാല എഴുതിയിട്ടുള്ള എബൌട്ട് ദളിത് ലിറ്ററേച്ചർ എന്ന എസ്സേയുടെ സമ്മറിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു എസ്സേ നമുക്ക് ടൈറ്റിൽ കാണുമ്പോൾ തന്നെ അറിയാം, എബൌട്ട് ദളിത് ലിറ്ററേച്ചറിനെ കുറിച്ച്. അപ്പോൾ നമ്മുടെ ഓഥറായിട്ടുള്ള ശരൺകുമാർ ലിംബാലയ്ക്ക് ദളിത് ലിറ്ററേച്ചറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് തന്നെയാണ് ഈ ഒരു എസ്സേയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൽ എന്താണ് ദളിത് ലിറ്ററേച്ചർ, അതേപോലെ അതിനെ എങ്ങനെയാണ് ബാക്കിയുള്ളവർ ട്രീറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ടെക്സ്റ്റിലോട്ട് പോവാം. By Dalit literature, I mean writing about Dalits by Dalit writers with a Dalit consciousness. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ദളിത് കോൺഷ്യസ്നെസ് കൊണ്ട് ദളിത് റൈറ്റേഴ്സ് ദളിത്സിനെ കുറിച്ച് എഴുതുന്ന ടെക്സ്റ്റുകളെയാണ് പൊതുവെ ദളിത് ലിറ്ററേച്ചർ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. The form of Dalit literature is inherent in its Dalitness, and its purpose is obvious to inform Dalit society of its slavery and narrate its pain and suffering to upper caste Hindus. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദളിത് ലിറ്ററേച്ചറിൻ്റെ ഫോം എന്താണ് എന്നുള്ളത് അതിൽ ഓൾറെഡി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദളിത്നെസ്, ആ ഒരു ദളിത്നെസ് തന്നെയാണ് ആ ഒരു ദളിത് ലിറ്ററേച്ചറിൻ്റെ ഫോം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു പർപ്പസ്, ദളിത് ലിറ്ററേച്ചർ കൊണ്ടുള്ള പർപ്പസ് എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. എന്താണെന്നാ പറയണത്, ദളിത് സൊസൈറ്റീനെ അവരനുഭവിച്ചിട്ടുള്ള സ്ലേവറി, അവരെ ഏതൊക്കെ തരത്തിൽ സ്ലേവ്സ് ആയിട്ട് അടിമകളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ അവരനുഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ, വേദനകൾ, സഫറിങ്സ്, അപ്പർ കാസ്റ്റ് ഹിന്ദുസിൻ്റെ, അതായത് ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്നും അവർ സഫർ ചെയ്തിട്ടുള്ള വേദനകളും കാര്യങ്ങളൊക്കെ നറേറ്റ് ചെയ്യുക, അതേപോലെ അവരനുഭവിച്ചിട്ടുള്ള അടിമത്തങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് ഇൻഫോം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അത് ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ദളിത് ലിറ്ററേച്ചേഴ്സ് എഴുതുന്നത് എന്നാണ് പറയുന്നത്. It is appropriate to expect pleasure or beauty instead of inspiration for social transformation from a literature that has been written primarily to raise awareness. അപ്പോൾ അദ്ദേഹം ഒരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ്, ഈ ഒരു ലിറ്ററേച്ചർ, ദളിത് ലിറ്ററേച്ചർ മെയിനായിട്ടും എന്തിനാണ് എഴുതിയിട്ടുള്ളത്? ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആളുകളൊരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ദളിത് ലിറ്ററേച്ചറുകൾ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടെക്സ്റ്റിൽ നിന്നും, അങ്ങനെയുള്ള ലിറ്ററേച്ചറിൽ നിന്നും ആളുകൾ പ്ലഷറും ബ്യൂട്ടിയും ഒക്കെ, അതായത് നമ്മളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് രസമുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെയുള്ള ബുക്കുകൾ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അത് തീരെ ശരിയല്ല. കാരണം അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് അവയർനെസ് ഉണ്ടാക്കുക, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുക, ഇൻസ്പിറേഷൻ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു ടെക്സ്റ്റിൽ നിന്നും ഒരിക്കലും നമുക്ക് പ്ലഷറോ ബ്യൂട്ടിയോ ഒന്നും എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദളിത് റൈറ്റേഴ്സ് ബിലീവ് ദാറ്റ് ദെയർ ലിറ്ററേച്ചർ ഷുഡ് ബി അനലൈസ്ഡ് ഫ്രം എ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് ഫോക്കസ്ഡ് ഓൺ സോഷ്യൽ വാല്യൂസ് ദാൻ ഓൺ ബ്യൂട്ടി. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ദളിത് റൈറ്റേഴ്സ്, ഇങ്ങനെയുള്ള വർക്ക്സ് എഴുതുന്ന ദളിത് റൈറ്റേഴ്സിൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വർക്ക്സ് എങ്ങനെ നോക്കിക്കാണണമെന്നാണ് പറയണത്. സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിൽ, അതായത് സാമൂഹികപരമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണണം എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്തിനേക്കാൾ പരമായിട്ട് അതിൻ്റെ സൗന്ദര്യം, അല്ലെങ്കിൽ അതിന് എത്രത്തോളം പ്ലഷർ തരാൻ പറ്റും, എത്രത്തോളം എൻ്റർടൈൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കുന്നതിലുപരി അതിനെ ഒരു സാമൂഹികപരമായിട്ട് ആ രീതിക്കുള്ള കാഴ്ചപ്പാടിൽ നോക്കിക്കാണണമെന്നാണ് ദളിത് റൈറ്റേഴ്സ് ഒക്കെ ആഗ്രഹിക്കുന്നത്. An exclusively aesthetic consideration of Dalit literature will disregard the Dalit writers' fundamental role and hence is not acceptable to Dalit writers. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഈസ്തെറ്റിക് കൺസിഡറേഷൻ, ദളിത് ലിറ്ററേച്ചറിൻ്റെ ഒരു ഈസ്തെറ്റിക് കൺസിഡറേഷൻ കൂടെ നോക്കണം. അതായത് ഒരു സൗന്ദര്യാത്മകമായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി പ്ലഷറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ ദളിത് ലിറ്ററേച്ചറിനെ നോക്കി കാണുക എന്ന് പറയുന്നത്, അത് എഴുതിയിട്ടുള്ള ദളിത് റൈറ്റേഴ്സിൻ്റെ ഒറിജിനൽ റോൾ എന്താണെന്നാണ് പറയുന്നത്. അവരുടെ ഒറിജിനൽ റോൾ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ആ ഒരു സമൂഹത്തിലേക്ക് ആ ഒരു കാര്യങ്ങൾ എത്തിക്കുക, ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു റോളിന് തീരെ അക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യമാണ് ഈ ദളിത് ലിറ്ററേച്ചറിനെ ഈ പറയുന്ന ഈസ്തെറ്റിക് സെൻസിൽ കൂടെ നോക്കി കാണുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. റിജക്റ്റിംഗ് ട്രഡീഷണൽ ഈസ്തെറ്റിക്സ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ട്രഡീഷണൽ ഈസ്തെറ്റിക്സ്, അതായത് ട്രഡീഷണലായിട്ട് ബാക്കിയുള്ള ലിറ്ററേച്ചറിൻ്റെ ജേണേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്തൊക്കെ വരുന്ന ആ ഒരു രീതിക്ക് നോക്കിക്കാണുന്ന ആ ഒരു സമ്പ്രദായം,
അതിനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദേ ഇൻസിസ്റ്റ് ഓൺ ദ നീഡ് ഫോർ എ ന്യൂ ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഈസ്തറ്റിക് ഫോർ ദ ലിറ്ററേച്ചർ. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു, അവരുടെ ലിറ്ററേച്ചറിന്, അതായത് ദളിത് ലിറ്ററേച്ചറിന് പുതിയതായിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്ട് ആയിട്ട് അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രത്യേകതരം ഈസ്തറ്റിസിസം അല്ലെങ്കിൽ ആ ഒരു രീതിക്ക്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള രീതിക്ക് അവരുടെ ലിറ്ററേച്ചറിനെ നോക്കിക്കാണണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. ആൻ എസ്തറ്റിക് ദാറ്റ് ഈസ് ലൈഫ് അഫേമിംഗ് ആൻഡ് റിയലിസ്റ്റിക്, വളരെ ലൈഫുള്ള അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിക്ക് അവരെ നോക്കിക്കാണണം. അല്ലാണ്ട് ട്രഡീഷണൽ ലിറ്ററേച്ചറുകളിൽ നോക്കിക്കാണുന്ന സാധാരണമായ രീതിയിൽ കൂടെ ഇവരുടെ ലിറ്ററേച്ചറിൽ ദളിത് ലിറ്ററേച്ചറിനെ നോക്കിക്കാണരുത് എന്നാണ് ദളിത് റൈറ്റേഴ്സ് ആഗ്രഹിക്കുന്നത്. In other words, Dalit writers have demanded different yardsticks for the literary appraisal of their works. അപ്പോൾ എന്താണ് ദളിത് റൈറ്റേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള തരത്തിൽ പല തരത്തിൽ, അതായത് ഓൾറെഡി സാധാരണ ഉള്ള ട്രഡീഷണൽ ലിറ്ററേച്ചറിനെ അളക്കുന്നത് പോലെ അല്ലാതെ ഇത്തിരി കൂടി വേറെ രീതിയിലുള്ള ഒരു അളവുകോൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവയെ മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ അവയെ നോക്കിക്കാണുന്നതല്ലാണ്ട് ഇത് ഡിഫറെൻ്റ് ആയ രീതിയിൽ ഇവയെ നോക്കിക്കാണുകയും എന്നിട്ട് അതിൽ കൂടെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ വർക്കുകൾ ആസ്വദിക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഫേം കൺവിക്ഷൻ ഓഫ് ദളിത് റൈറ്റേഴ്സ് ആൻഡ് ക്രിട്ടിക്സ് ദാറ്റ് ഇഫ് യാർഡ്സ്റ്റിക്സ് ചേഞ്ച് ദ കൺസെപ്റ്റ് ഓഫ് ഈസ്തെറ്റിക്സ് വിൽ ചേഞ്ച് ടു. അപ്പോൾ അവർ പറയാൻ ആ ഒരു അളവുകോലുകൾ സാധാരണ മറ്റേ ലിറ്ററേച്ചറുകളെയൊക്കെ നോക്കിക്കാണുന്ന രീതിക്ക് കാണാതെ ഇവയെ ഒന്ന് മാറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇവയ്ക്ക് ഇത്തിരി സ്പെഷ്യലായിട്ട് വേറെ രീതിക്ക് വേറൊരു അളവുകോല് വെച്ചിട്ട് അവയെ നോക്കി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇസ്തെറ്റിക്സ് തന്നെ എന്ത് ചെയ്യും, മാറിപ്പോയിക്കോളും എന്നാണ് പറയുന്നത്. ജസ്റ്റ് ആസ് it is inappropriate to tell writers what and how they should write, similarly it would be improper to dictate to critics the kind of criticism they should practice. ഇപ്പോൾ ഒരു റൈറ്ററുടെ അടുത്ത് പോയിട്ട്, ഒരു എഴുത്തുകാരൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതണം, ഇങ്ങനെ എഴുതിയാൽ മതി എന്ന് പറയുന്നത് എപ്രകാരമാണോ മോശമാവുന്നത്, അതുപോലെ തന്നെയാണ് ഒരു ക്രിട്ടിക്കിനോട് പോയിട്ട് നിങ്ങൾ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. It should also be remembered that the same work of art can be analyzed in different ways. അപ്പോൾ അദ്ദേഹം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഒരേ വർക്ക് തന്നെ, ഒരേ ടൈപ്പ് വർക്ക് തന്നെ പലതരത്തിൽ അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം നമ്മളോടൊന്ന് ഓർക്കാനായിട്ട് പറയുകയാണ്. This means that just as Dalit literature will be analyzed according to the role of Dalit writers, so too criticism will be shaped by the role of the critic. അപ്പോൾ എന്താണ് ആ ഒരു means that just as Dalit literature will be analyzed according to the role of Dalit writers, Dalit writers റോൾ അനുസരിച്ചിട്ട് ദളിത് ലിറ്ററേച്ചർ അനലൈസ് ചെയ്യപ്പെടുന്നത് പോലെ തന്നെ ക്രിറ്റിസിസം വിൽ ബി ഷേപ്ഡ് ബൈ ദ റോൾ ഓഫ് ദ ക്രിട്ടിക്. ആ ഒരു ക്രിട്ടിക്കിൻ്റെ റോൾ അനുസരിച്ച് തന്നെയായിരിക്കും ആ ഒരു ക്രിറ്റിസിസവും ഷേപ്പ് ചെയ്യപ്പെടേണ്ടത്. അപ്പർ കാസ്റ്റ് ക്രിട്ടിക്സ് ഹാവ് ഡിക്ലെയർഡ് ലൗഡ്ലി ദാറ്റ് ദളിത് ലിറ്ററേച്ചർ ഡസ് നോട്ട് നീഡ് എ സെപ്പറേറ്റ് ഇസ്തെറ്റിക്സ്. അപ്പോൾ ഇതിപ്പോൾ ഈ പറഞ്ഞ കൺസെപ്റ്റുകളും അതേപോലെ ഡിമാൻഡ്സ് ഒക്കെ ആരുടെയാണ്, ദളിത് റൈറ്റേഴ്സിൻ്റെയാണ്. അപ്പോൾ ഇത് ഇവർ പറയുന്ന കാര്യങ്ങളോട് അപ്പർ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ദളിതരല്ലാത്ത റൈറ്റേഴ്സ് അവരെങ്ങനെയാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു അഭിപ്രായം ഇവർക്ക് നേരെ ഓപ്പോസിറ്റാണ്. അവരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് ഈ ഒരു ദളിത് ലിറ്ററേച്ചറിനെ സെപ്പറേറ്റ് ആയിട്ടൊരു ഈസ്തെറ്റിസിസം കൊടുത്തുകൊണ്ട് അതിനെ നോക്കിക്കാണുക, അനലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമൊന്നും ഇല്ല എന്നാണ് അപ്പർ കാസ്റ്റ് ക്രിട്ടിക്സ് ഡിക്ലെയർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ക്രിട്ടിക്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റേണൽ വാല്യൂസ്. ഇത്രയും കാലം ഏത് രീതിക്കാണോ എല്ലാത്തിനെയും വാല്യൂ ചെയ്തിരുന്നത് ആ രീതിക്ക് തന്നെ, ആ കാറ്റഗറി പെടുത്തി തന്നെ ഇതിനെയും വാല്യൂ ചെയ്താൽ മതി എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് എന്നാണ് പറയുന്നത്. ബട്ട് നോ വൺ ഹാസ് എൻഗേജ്ഡ് ഇൻ ആൻ ഇസ്തെറ്റിക് അനാലിസിസ് ഓഫ് ദളിത് ലിറ്ററേച്ചർ ആഫ്റ്റർ എ സീരിയസ് റിഫ്ലക്ഷൻ ഓൺ ദ എൻറ്റയറിറ്റി ഓഫ് ദളിത് ലിറ്ററേച്ചർ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇവർ പറയുന്നുണ്ട് സാധാരണ എല്ലാത്തിനെയും നോക്കുന്ന അതേ രീതിക്ക് തന്നെ ഇതിനെയും നോക്കി കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ പറയുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ആ രീതിക്കാണെങ്കിൽ പോലും എങ്ങനെ ചെയ്യുന്നില്ല, ഈ ദളിത് ലിറ്ററേച്ചറിനെ വേണ്ട രീതിക്ക് അനലൈസ് ചെയ്യാൻ ആരും തയ്യാറാവുന്നുണ്ട്. നോർമൽ എല്ലാത്തിനെയും കാണുന്ന പോലെ ഇതിനെയും കാണുക, അങ്ങനെയെങ്കിലും ഇവയെ അനലൈസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല, ആരും തയ്യാറാവുന്നില്ല. എല്ലാവരും പറയുന്നുണ്ട് എല്ലാ നോർമൽ ഈസ്തെറ്റിക് സെൻസിൽ തന്നെ കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ടെന്ന്, അങ്ങനെ പോലും ആരും കാണാൻ ശ്രമിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. In fact, even Dalit literary critics who have discussed the need for a separate aesthetic for Dalit literature have not performed exemplary criticism based on a careful and detailed reading of Dalit literature. അപ്പോൾ അദ്ദേഹം പറയണേ, ഇത് ഈ എതിർക്കുന്നവർ മാത്രമല്ല ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് സെപ്പറേറ്റ് ആയിട്ടൊരു ഈസ്തെറ്റിക് രീതിയിൽ അതിനെ നോക്കി കാണണം എന്ന് പറയുന്ന ദളിത് ലിറ്റററി ക്രിട്ടിക്സ് പോലും എന്തിനു തയ്യാറാവുന്നില്ല എന്നാണ് പറയണത്. ഇത്തരത്തിലുള്ള ദളിത് ലിറ്ററേച്ചറുകളെ വളരെ കെയർഫുള്ളായി വളരെ ഡീറ്റെയിൽ ആയി വായിച്ച് മനസ്സിലാക്കി അതിൻ്റെതായ രീതിയിൽ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. If an aesthetic consideration of Dalit literature is to be undertaken, it will be necessary to do so in the context of its uniqueness, inspiration, creation, role and features.
അപ്പോൾ അദ്ദേഹം പറയാണ് ഈ ഒരു ഈസ്തറ്റിക് കൺസിഡറേഷനിൽ വെച്ച് തന്നെ ദളിത് ലിറ്ററേച്ചറിനെ അനലൈസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും അത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നെസസറി ആയിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കോണ്ടെക്സ്റ്റിനെ, അതിൻ്റെ യുണീക്ക്നെസ്സും അതായത് ആ ഒരു കഥയുടെ, ദളിത് ലിറ്ററേച്ചർ ആകുമ്പോൾ അതിൽ കൃത്യമായിട്ടൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടാവില്ല. ആ കഥയുടെ അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൻ്റെ യുണീക്ക്നെസ്സും ഇൻസ്പിറേഷനും ക്രിയേഷനും റോളും ഫീച്ചറും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ആ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ആ ഒരു അനാലിസിസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. This awareness has existed from the early days of Dalit literature. അപ്പോൾ ഈ ഒരു അവയർനെസ് എപ്പോൾ മുതൽക്ക് എക്സിസ്റ്റഡ് ആണെന്നാണ് പറയുന്നത്? എക്സിസ്റ്റഡ് ഫ്രം ദ ഏർലി ഡേയ്സ് ഓഫ് ലിറ്ററേച്ചർ. ആ ഒരു ദളിത് ലിറ്ററേച്ചർ തുടങ്ങിയ കാലം മുതൽക്കുള്ള കാര്യമാണ് പറയുന്നത്. Instead of starting this discussion anew, we need to examine the perception and criticism of Dalit literature expressed until now. അപ്പോൾ പുതിയതായിട്ട് ഒരു തുടക്കം എന്നുള്ള രീതിക്കൊന്നും കാണാതെ നമ്മൾ എങ്ങനെ ദളിത് ലിറ്ററേച്ചറിനെ കാണുന്ന പറയുന്നത്, എക്സ്പ്രസ്ഡ് അൺടിൽ നൗ, ഇതുവരെ തുടക്കം മുതൽക്ക് ഇതുവരെ ഏതൊക്കെ രീതിക്കാണോ ദളിത് ലിറ്ററേച്ചർ എഴുതപ്പെട്ടിട്ടുള്ളത് അതിനൊക്കെ നമ്മൾ ഒരുപോലെ കൺസിഡർ ചെയ്യണം. അതർവൈസ് വി വിൽ നോട്ട് ബി ഏബിൾ ടു മൂവ് ഫോർവേഡ്. അല്ലാത്ത പക്ഷം ഇപ്പോൾ മുതൽക്കുള്ളത് എന്ന രീതിക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പുതിയതായൊരു തുടക്കമൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കില്ല. Without such a comprehensive analysis encompassing the whole of Dalit literature, the criticism of Dalit literature and Dalit literature itself will not be able to move beyond the parameters within which they are circumscribed. അപ്പോൾ ഇതുപോലത്തെ ഒരു വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ഈ പറയുന്ന ഹോളായിട്ട് ദളിത് ലിറ്ററേച്ചറിനെയും ദളിത് ക്രിറ്റിസിസം ഓഫ് ദളിത് ലിറ്ററേച്ചറിനെയും ഒക്കെ ഒരു ഹോളായിട്ട് മൊത്തത്തിൽ ഒരു കോംപ്രിഹെൻസീവായിട്ട് അനലൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല എന്നാ പറയണം? ആ ഒരു ലിമിറ്റേഷനിൽ, സർക്കംസ്ക്രൈബ്ഡ് എന്ന് പറയുന്ന ആ ഒരു ലിമിറ്റേഷനിൽ ഒതുങ്ങി കൂടി കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തു വരാനായിട്ട് പ്രത്യേകിച്ച് സഹായമൊന്നും അതിന് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കോംപ്രിഹെൻസീവായിട്ട് അതിനെ ആ ഒരു ദളിത് ലിറ്ററേച്ചർ ആസ് എ ഹോൾ ആയിട്ട് തന്നെ നമ്മളെടുത്ത് അനലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. In carrying out this analysis, ഈ ഒരു അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് ഇറ്റ് മസ്റ്റ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് ദാറ്റ് എനി ഇസ്തറ്റിക് കൺസിഡറേഷൻ ഓഫ് ദളിത് ലിറ്ററേച്ചർ മസ്റ്റ് ബി ബേസ്ഡ് ഓൺ അംബേദ്കേഴ്സ് തോട്ട്. അപ്പോൾ അവർ പറയുകയാണ് ഈ ഒരു രീതിക്ക് അനാലിസിസ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അംബേദ്കറുടെ തോട്ടിനെ ഫോളോ ചെയ്തുകൊണ്ട്, ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസിഡറേഷൻ, ഇസ്തറ്റിക് കൺസിഡറേഷൻ എന്ന് പറയുന്നത് അംബേദ്കറുടെ തോട്ടിനെ ഫോളോ ചെയ്തുകൊണ്ട് ആയിരിക്കണം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്തകളെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ഒരു അനാലിസിസിന് ഇറങ്ങിത്തിരിക്കേണ്ടത്. ആൻഡ് ദാറ്റ് this literary value is embedded in its social value. അതെന്താണ്? ആ ഒരു സോഷ്യൽ വാല്യൂവിലാണ് ഈ ലിറ്ററേച്ചറിൻ്റെ എല്ലാ സത്തും അടങ്ങിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സാമൂഹികമായിട്ടുള്ള ആ ഒരു സമൂഹത്തിൻ്റെ ആ ഒരു വാല്യൂവിലാണ് ഈ പറയുന്ന ദളിത് ലിറ്ററേച്ചറിൻ്റെ എല്ലാ എസൻസും അടങ്ങിയിരിക്കുന്നത്. ഇനി ഒരു ടേം ആയിട്ട് പറയുന്നുണ്ട്, അൺട്രൂത്ത് എന്നൊരു ടേം എടുത്ത് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ പ്ലേസ് ഓഫ് സത്യം? ഇതിൽ നമ്മൾ സത്യം ശിവം സുന്ദരം എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസിന് അല്ലെങ്കിൽ ആ ഒരു ഫ്രേസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ ഇതിൽ പറയുന്നുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അൺട്രൂത്ത്. വാട്ട് ഈസ് ദ പ്ലേസ് ഓഫ് സത്യം ഇൻ ദ ലൈഫ്സ് ഓഫ് ദ ദളിത്? നമ്മൾ സത്യം ശിവം സുന്ദരം എന്ന് പറയുന്ന ഒരു ഇതിൽ ഫസ്റ്റ് പറയുന്ന സത്യം എന്നുള്ള ഒരു വേർഡിനാണ് അവരെടുത്ത് പറയുന്നത്. അപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഈസ് ദാറ്റ് ട്രൂത്ത് അബൌട്ട് വിച്ച് സച്ച് പ്രൈഡ് ഈസ് എക്സ്പ്രസ്ഡ് ആൻഡ് വിച്ച് ഇസ് കൺസിഡേർഡ് ട്രയംഫൻ റിയലി ദ ട്രൂത്ത്? അപ്പോൾ ഈ ഹിന്ദുക്കൾ, ഉയർന്ന ജാതിയിലുള്ള ഹിന്ദുക്കൾ പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ സത്യം എന്ന് പറയുന്നത് ഒരു ദളിതനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു താഴ്ന്ന ജാതിക്കാരനെ സംബന്ധിച്ച് എന്താണെന്നാണ് ചോദിക്കുന്നത്. ആ ഒരു അഹങ്കാരവും അതേപോലെ ഒരു വിജയം എന്നൊക്കെ പറയുന്ന, അത് ആര് പറയുന്നത്? ഈ ഉയർന്ന ജാതിക്കാർ പറയുന്ന ആ കാര്യം ശരിക്കും അതാണോ ശരിക്കും പറയുന്ന സത്യം എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ അതാണോ ശരിക്കുള്ള ഈ ട്രൂത്ത്? Is it truth that the Brahman was born from Brahma's mouth and the Shudra from his feet? അപ്പോൾ അതേപോലെ പറയപ്പെട്ടുള്ള ഒരു കാര്യമാണ്, ബ്രാഹ്മണൻ ബ്രഹ്മാവിൻ്റെ വായിൽ നിന്നും ശൂദ്രൻ ബ്രഹ്മാവിൻ്റെ കാലിൽ നിന്നുമാണ്, പാദത്തിൽ നിന്നുമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ബ്രാഹ്മണൻ ഉയർന്ന ജാതിയും ശൂദ്രൻ താഴ്ന്ന ജാതിയും ആവുന്നത് എന്ന് പറയപ്പെടുന്നത്. അതാണ് സത്യം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതാണോ ശരിക്കുള്ള സത്യം എന്ന് ചോദിക്കുകയാണ്. Is it truth that one is born a Shudra because of sins committed in a previous life? അതുപോലെ ചിലർ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു പോയ പാപങ്ങളുടെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ ശൂദ്രരായിട്ട് താഴ്ന്ന ജാതിക്കാരായിട്ട് ജനിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അതാണോ സത്യം? Since there is no truth in any of this, സത്യം should really be അസത്യം. അപ്പോൾ അവർ പറയുകയാണ് ഈ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് അറിയുന്നത് കൊണ്ട് തന്നെ എന്താണ് സത്യം എന്ന് പറയുന്നത് ആക്ച്വലി സത്യമല്ല, അത് അസത്യമാണ്. അതിനാണ് അൺട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെൻറ്റൻസ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ സത്യം ശിവം സുന്ദരം എന്ന് പറയുന്നതിൽ സത്യം എന്ന് പറയുന്നത് എന്താണ്? അസത്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അടുത്തത് അൺഹോളി. ഹിന്ദു സ്ക്രിപ്റ്റ്, അൺഹോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളിനെസ്സിൻ്റെ ഓപ്പോസിറ്റ് അൺഹോളി.
Hindu scriptures have deemed the touch, ഷാഡോ ആൻഡ് സ്പീച്ച് ഓഫ് ദളിത് പേഴ്സൺ ആസ് ഡിഫൈലിംഗ്. അപ്പോൾ അവർ പറയുകയാണ് ഈ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സുകളിലൊക്കെ എന്ത് പറയുന്നുണ്ടെന്ന് പറയുക, ദളിതരുടെ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരുടെ സ്പർശനമാണെങ്കിലും നിഴലാണെങ്കിലും സംസാരമാണെങ്കിലും ഒക്കെ നിഷേധിക്കപ്പെട്ടിട്ടുള്ളതാണ്, നിഷിദ്ധമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫുഡ്, വാട്ടർ ആൻഡ് പീപ്പിൾ ബിക്കം ഇംപ്യൂർ ഫ്രം ദ ടച്ച് ഓഫ് ദ അൺടച്ചബിൾ. ഈ പറയുന്ന ദ സോ കോൾഡ് അൺടച്ചബിൾ, തൊടാൻ പാടില്ലാത്തവർ, തൊട്ടുകൂടായ്മ ഉള്ളവർ, താഴ്ന്ന ജാതിക്കാരുടെ സ്പർശനം കൊണ്ട് ഭക്ഷണവും വെള്ളവും മനുഷ്യന്മാരും ഒക്കെ അശുദ്ധമാവും എന്ന് വിശ്വസിക്കുന്നുണ്ടായിരുന്നു. നോട്ട് ഓൺലി ഹ്യൂമൻ ബീങ്സ്, ഈവൻ ഗോഡ് ബിക്കംസ് പൊല്യൂട്ടഡ്. മനുഷ്യന്മാരും ഈ പറയുന്ന ഫുഡും വെള്ളവും മാത്രമല്ല, ദൈവം പോലും, അമ്പലത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ ദൈവം പോലും ഇവരുടെ സാന്നിധ്യം കൊണ്ട് അശുദ്ധരാകും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. സെപ്പറേറ്റ് സെറ്റിൽമെന്റ്സ്, റിവർ ബാങ്ക്സ് ആൻഡ് ക്രിമേഷൻ ഗ്രൗണ്ട്സ് ഹാവ് ബീൻ അറേഞ്ച്ഡ് ഫോർ അൺടച്ചബിൾസ്. ഇപ്പോൾ ഈ പറയുന്ന താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാനും കുളിക്കാനും അതേപോലെ മരണാനന്തര ചടങ്ങുകൾ നടത്താനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സെപ്പറേറ്റ് സ്ഥലം. അതായത് ഇവരും ഒന്നിച്ചിരിക്കരുത്, ഒന്നിച്ച് കാണാൻ പാടില്ല, തൊടാൻ പാടില്ല എന്നൊക്കെ വിശ്വസിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹ്യൂമൻ ബീയിങ്സ് ആർ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഹ്യൂമൻ. അപ്പം എന്താണ്, മനുഷ്യന്മാരെന്ന് പറയുന്നത് എന്താണ്, അത് മനുഷ്യർ തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നൊന്നും കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യമില്ല. ദിസ് ഇസ് സത്യം. അപ്പം അദ്ദേഹം പറയാണ് അതാണ് സത്യം, അല്ലാണ്ട് വേറെ ഈ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാർ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളല്ല സത്യം. മനുഷ്യന്മാരാണോ, അവർ മനുഷ്യരാണ്, അത്രയേ ഉള്ളൂ അതിൻ്റെ സത്യം. ദ ലിബറേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ഇസ് ശിവം. മനുഷ്യന്മാരുടെ ലിബറേഷൻ, സ്വാതന്ത്ര്യത്തിനെയാണ് ശിവം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഹ്യൂമാനിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സ് ഇസ് സുന്ദരം. മനുഷ്യന്മാരിലുള്ള മനുഷ്യത്വം, ഹ്യൂമാനിറ്റീനെയാണ് എന്ത് പറയുന്നത്, അതാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള കാര്യം, അതാണ് സുന്ദരം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് സത്യം, ശിവം, സുന്ദരം, അതിൻ്റെ മീനിങ് എന്താണെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. സത്യം, ശിവം, സുന്ദരം ഈസ് എ ഫൂളിഷ് എസ്തെറ്റിക് കൺസെപ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ആ ഒരു മീനിങ് വെച്ചിട്ട് അവർ പറയുന്ന ആ ഒരു സത്യം, ശിവം, സുന്ദരം എന്ന് പറയുന്ന കാര്യം എന്താണ്, ഒരു മണ്ടത്തരമാണ്, തെറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദർ ഇസ് നോ ട്രൂത്ത് ആൻഡ് ബ്യൂട്ടി ഇൻ ദ വേൾഡ് കമ്പാരബിൾ ടു ദാറ്റ് വിച്ച് ഇസ് ഫൗണ്ട് ഇൻ ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് മനുഷ്യരിൽ കാണാൻ സാധിക്കാത്തതായിട്ട് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഉപരിയായിട്ട് വേറെ ഒരു സത്യവും ഒരു സൗന്ദര്യവും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നില്ല. ദെർഫോർ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഡിസ്കസ് ദ ഈക്വാലിറ്റി, ലിബർട്ടി, ജസ്റ്റിസ് ആൻഡ് ഫ്രട്ടേണിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സ്. അപ്പം എന്താണ്, സത്യവും ശിവവും സുന്ദരവും ഒക്കെ അന്വേഷിക്കാൻ പോകുന്നതിനേക്കാൾ ഏറ്റവും അത്യാവശ്യം എന്താണെന്നാണ് പറയുന്നത്, മനുഷ്യർക്കിടയിലുള്ള ഈക്വാലിറ്റി, ലിബർട്ടി, ജസ്റ്റിസ്, ഫ്രട്ടേണിറ്റി. അപ്പം എന്താണ്, ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യതയാണ്, ലിബർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്, ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിയാണ്, ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ സാഹോദര്യമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇൻ മൈ ഒപ്പീനിയൻ ദാറ്റ് ഡിസ്കഷൻ വിൽ ബി ദ ഡിസ്കഷൻ ഓഫ് ദ എസ്തെറ്റിക്സ് ഓഫ് ദളിത് ലിറ്ററേച്ചർ. അപ്പോൾ അദ്ദേഹം പറയണം അതിനെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞ തുല്യത, സ്വാതന്ത്ര്യം, നീതി, സാഹോദര്യം, ഇത്രയും കൺസെപ്റ്റുകളെ കുറിച്ച് ഡിസ്കഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്ത്, ദളിത് ലിറ്ററേച്ചറിനെ കുറിച്ച് വരാൻ പറ്റിയ ഏറ്റവും നല്ല ഇസ്തെറ്റിക് ആയിട്ടുള്ള ഡിസ്കഷൻ അല്ലെങ്കിൽ അനാലിസിസ് അല്ലെങ്കിൽ ക്രിറ്റിസിസം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സിംപ്ലി എന്താ ഉദ്ദേശിക്കുന്നത്, ഈ പറയുന്ന തുല്യതയും സ്വാതന്ത്ര്യവും നീതിയും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അതിനെതിരായിട്ട് നടന്നിട്ടുള്ള സഫറിങ്സുകളെ കുറിച്ചാണ് ദളിത് ലിറ്ററേച്ചർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒരു ഇസ്തെറ്റിക് ആയിട്ട് രീതിയിൽ വെറുതെ അതിനെ അനലൈസ് ചെയ്താൽ പോരാ, ഈ പറഞ്ഞ രീതിക്കൊക്കെയും അതിനെ നോക്കി കണ്ടാൽ മാത്രമാണ് അതിൻ്റെ ഒറിജിനൽ സത്ത് മനസ്സിലാവുകയുള്ളൂ എന്നാണ് അത് ആ ലാസ്റ്റ് സെൻറ്റൻസ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. താങ്ക്